പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവം എന്ന വിശ്വാസ സത്യം പഠിക്കുന്ന ക്ലാസ്സിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവം എന്ന വിശ്വാസ സത്യം, ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ. ദൈവത്തിൻ്റെ മാത്രം ഒരു ഗുണവിശേഷമാണ് വിശുദ്ധി. ദൈവത്തിൻ്റെ വിശുദ്ധിയിലാണ് ഓരോ വ്യക്തിയും പങ്കുചേരുക. സ്വതന്ത്രമായ ക്ഷണം എല്ലാവർക്കും ദൈവം നൽകുന്നു ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ പങ്കുചേരുവാൻ. പരിശുദ്ധ കന്യകാമറിയത്തിലാണ് ഇതാദ്യമായി സാക്ഷാത്കരിക്കപ്പെട്ടത്. മറിയം അമലോത്ഭവയാണെന്നോ പാപരഹിതയാണെന്നോ ബൈബിളിൽ ഒരിടത്തും വ്യക്തമായി പ്രസ്താവിച്ച് കാണുന്നില്ല. അങ്ങനെയെങ്കിൽ അമലോത്ഭവം എങ്ങനെ വെളിപ്പെടുത്തപ്പെട്ട സത്യമാകും എന്നത് ന്യായമായ ചോദ്യം തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും അടിസ്ഥാനം കണ്ടെത്താൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. ആദിമാതാപിതാക്കന്മാർ പർദീസായിൽ വെച്ച് ചെയ്തുപോയ പാപമാണല്ലോ ഉത്ഭവ പാപത്തിൻ്റെ തുടക്കം. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞ വചനം വിശകലനം ചെയ്യുക പ്രസക്തമാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ തിരുവചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഇവിടെ സർപ്പം തിന്മയുടെ ശക്തിയായ സാത്താനും സ്ത്രീ നന്മയുടെ കേദാരമായ മറിയവും അവളുടെ സന്തതി മനുഷ്യരക്ഷകനായ മിശിഹായും ആണ് എന്നത് ബൈബിൾ പണ്ഡിതർ ഏവരും അംഗീകരിച്ചിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അവൻ നിന്റെ തല തകർക്കും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാപത്തിന്മേൽ മിശിഹ കൈവരിച്ച പൂർണ്ണ വിജയത്തെയാണ്. ആ വിജയത്തിൽ മിശിഹായോട് സഹകരിച്ചത് മിശിഹായുടെ അമ്മയായ മറിയം തന്നെയാണ്. ഒരു നിമിഷമെങ്കിലും അവൾ പാപത്തിൻ്റെ ശക്തിക്ക് കീഴ്പ്പെട്ടവളായിരുന്നെങ്കിൽ, ഉത്ഭവപാപത്തിൽ അവൾ പെട്ടിരുന്നു എങ്കിൽ മിശിഹ പാപത്തിന്മേൽ പൂർണ്ണ വിജയം നേടിയ പ്രക്രിയയിൽ മറിയത്തിന് പങ്കുകാരിയാകുവാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ മറിയം അമലോത്ഭവയാണെന്ന് അനുമാനിക്കുന്നത് യുക്തിപൂർവകമാണ്. രണ്ടാമത്തെ തെളിവ് ഗബ്രിയേൽ ദേവദൂതൻ മറിയത്തോട് പറഞ്ഞ വചനം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മാലാഖയുടെ സംബോധന ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്നാണ്. മംഗളവാർത്തയുടെ അവസരം. ദൂതൻ്റെ തീർത്തും അനിതര സാധാരണമായ ഈ സംബോധന പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ് എലിസബത്ത് അഭിസംബോധന ചെയ്തതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. നീ സ്ത്രീകളിൽ അനുഗ്രഹിത, നിന്റെ ഉദരഫലവും അനുഗ്രഹിത എന്ന് എലിസബത്ത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാമത്തെ തിരുവചനത്തിൽ മറിയത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നു. ഗബ്രിയേൽ ദൂതൻ്റെ അഭിസംബോധന ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. എലിസബത്തിൻ്റെ അഭിസംബോധന നീ അനുഗ്രഹിത, നിന്റെ ഉദരഫലം അനുഗ്രഹിതം എന്ന്. ഇവ ഉൾച്ചേർത്ത് വായിക്കുമ്പോൾ മറിയം ദൈവകൃപ നിറഞ്ഞവളാണ്. കാരണം കർത്താവ് അവളോടുകൂടി ഉണ്ട്. മറ്റേതൊരു വ്യക്തിയേക്കാൾ ഉപരിയായി പൂർണ്ണമായ അർത്ഥത്തിൽ മറിയം ദൈവത്തോടു കൂടിയാണ്. ദൈവം മറിയത്തോടു കൂടെയും ആയിരുന്നു. ദൈവകൃപ എന്ന വാക്കിൻ്റെ ഹീബ്രു മൂലം ഹെസദ് എന്നും ഗ്രീക്ക് മൂലം കൈരീസ് എന്നുമാണ്. ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തിന് പ്രേരകമായ സ്നേഹത്തെ ഹെസദ് എന്ന ഹീബ്രു പദം കൊണ്ടാണ് പഴയ നിയമം അർത്ഥമാക്കുക. കൈരിസോ എന്ന ഗ്രീക്ക് പദം ലൂക്കായുടെ സുവിശേഷം 1-ാം 28-ലും എഫേസൂസുകാർക്കുള്ള ലേഖനം 1:6-ലുമാണ് നാം കാണുക. തിരഞ്ഞെടുക്കപ്പെട്ടവരിലുള്ള ദൈവത്തിൻ്റെ വിശുദ്ധീകരണ പ്രവൃത്തിയെയാണ് ഈ പദം സൂചിപ്പിക്കുക. ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നടത്തുന്ന വിശുദ്ധീകരണ പ്രവൃത്തി.
അതിനാണ് ഈ ഗ്രീക്ക് പദം ഉപയോഗിക്കുക. മാലാഖയുടെ സംബോധനയിൽ മറിയത്തിൻ്റെ യോഗ്യതകളല്ല, മറിച്ച് അവളുടെ വിശുദ്ധി ദൈവത്തിൻ്റെ ദാനമാണ് എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. ദൈവകൃപ അതിൻ്റെ ആരംഭത്തിലും വർധനവിലും പൂർണ്ണമായും ദൈവിക ദാനമാണ്. ഈ ദാനമാകട്ടെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി അവിടുന്ന് നൽകുന്നു. മാലാഖയുടെ സംബോധനയിൽ ദൈവത്തിൻ്റെ കൃപാവരം അതിൻ്റെ നിറവിൽ ഉൾക്കൊണ്ടവളാണ് മറിയം. മറിയത്തിൻ്റെ മേൽ ദൈവം കൃപ ചൊരിഞ്ഞപ്പോഴാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്നവൾക്ക് പ്രത്യുത്തരിക്കാൻ സാധിച്ചത്. ഇതവളുടെ സ്വതന്ത്ര സമ്മതമാണ്. അവൾക്ക് സമ്മതം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാമായിരുന്നു. പക്ഷേ അവൾ സ്വതന്ത്ര സമ്മതം നൽകി. അങ്ങനെ അവൾ ദൈവിക പദ്ധതിയോട് സഹകരിച്ചു. ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷമെങ്കിലും അവൾ പാപത്തിന് അടിമയായിരുന്നു എങ്കിൽ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് സംബോധന ചെയ്യുവാൻ മാലാഖായിക്കോ പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ് നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതമെന്ന് സംബോധന ചെയ്യുവാൻ എലിസബത്തിനോ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഉത്ഭവ പാപത്തിൽ നിന്നും അവളുടെ ജീവൻ്റെ ആദ്യ നിമിഷം മുതൽ അവൾ വിമുക്തിയായിരുന്നു എന്ന് ചിന്തിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. ഇനി സഭയുടെ പാരമ്പര്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവത്തിൽ സഭ ആദിമകാലം മുതൽ വിശ്വസിച്ചു പോന്നു എന്നതിന് തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഹവ്വായെയും മറിയത്തെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് മറിയത്തിൻ്റെ വിശുദ്ധിയെ സഭാപിതാക്കന്മാർ പ്രകീർത്തിച്ചത്. വിശുദ്ധ ഇരണേവൂസ്, വിശുദ്ധ അംബ്രോസ്, മാർ എഫ്രേം തുടങ്ങിയവരൊക്കെ മറിയത്തിൻ്റെ വിശുദ്ധിയെ എടുത്തു പറഞ്ഞവരാണ്. പാപരഹിത എന്ന പദം അവരുടെ കൃതികളിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊരിടത്ത് നിഷ്കളങ്ക എന്ന് നാം കാണുന്നു. ഏറ്റവും നിർമ്മല എന്നുള്ള പ്രയോഗം, വിശുദ്ധ എന്നുള്ള പ്രയോഗം, അവളിൽ മാലിന്യമില്ല, അശുദ്ധിയില്ല എന്നിങ്ങനെയുള്ള പ്രയോഗം. മാർ എഫ്രേം പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ട് കഴിഞ്ഞതാണ്. എൻ്റെ കർത്താവെ, നീയും നിൻ്റെ അമ്മയും മാത്രമാണ് സകലരെയും കാൾ സൗന്ദര്യമുള്ളവർ. എന്തെന്നാൽ നിന്നിലൊരു കളങ്കവുമില്ല, നിൻ്റെ അമ്മയിലൊരു മാലിന്യവുമില്ല. മാർ എഫ്രേമിൻ്റെ നിസീബിയൻ ഗാനത്തിൽപ്പെട്ടതാണ് ഈ വചനം. സഭ എതിരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട ഒരു ഭാഷണ്ഡതയാണ് പെലാജിയൻ ഭാഷണ്ഡത. 5-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പെലാജിയനിസം സഭാപ്രബോധനങ്ങളെ എതിർത്തു. പ്രധാനമായും രണ്ട് വാദഗതികളാണ് അവരുന്നയിച്ചിട്ടുള്ളത്. ദൈവകൃപ കൂടാതെ തന്നെ സ്വന്തം പരിശ്രമത്താൽ മനുഷ്യന് രക്ഷയിലേക്കുള്ള ആദ്യത്തേതും അടിസ്ഥാനപരവുമായ ചുവടുവെപ്പ് നടത്താൻ സാധിക്കും എന്ന് പെലാജിയൂസ് പഠിപ്പിച്ചു. ഒന്നാമത്തെ പോയിന്റ് ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ദൈവകൃപ കൂടാതെ തന്നെ സ്വന്തം പരിശ്രമത്താൽ മനുഷ്യന് രക്ഷയിലേക്കുള്ള ആദ്യത്തേതും അടിസ്ഥാനപരവുമായ ചുവടുവെപ്പ് നടത്താൻ സാധിക്കുമെന്ന് പെലാജിയൂസ് പഠിപ്പിച്ചു. രണ്ടാമത്തെ പഠനം ഇതാണ്: ഉത്ഭവപാപത്തിൻ്റെ ഫലങ്ങൾ പിൻതലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്ന് പെലാജിയൂസിൻ്റെ പിൻഗാമിയായ ശിഷ്യനായ ജൂലിയാനൂസ് പഠിപ്പിച്ചു. സഭാപിതാക്കന്മാർ പെലാജിയനിസത്തെ എതിർത്തു. പ്രത്യേകിച്ച് വിശുദ്ധ അഗസ്തീനോസ് പെലാജിയനിസത്തെ എതിർത്ത സഭാപിതാക്കന്മാരിൽ പ്രമുഖനായിരുന്നു. ആരാധനാക്രമത്തിലേക്ക് കടക്കുമ്പോൾ അമലോത്ഭവ തിരുനാൾ ഏതാണ്ട് 8-9 നൂറ്റാണ്ടുകളിൽ സഭ ആഘോഷിച്ചു തുടങ്ങി എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. 11-ാം നൂറ്റാണ്ട് മുതൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവം പൗരസ്ത്യ സഭകൾ അംഗീകരിച്ചിരുന്നതായി ഗ്രിഗോരിയോസ് സ്കൊളാരിയൂസ് എന്ന ദൈവശാസ്ത്രജ്ഞൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രിഗോരിയോസ് സ്കൊളാരിയൂസ്, അദ്ദേഹത്തിൻ്റെ തന്നെ വചനം ഇവിടെ ഉദ്ധരിക്കാം. കന്യകയും പരിശുദ്ധയുമായ അവൾ സാധാരണ രീതിയിലാണ് ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചതെങ്കിലും ഉത്ഭവപാപത്തിൽ അകപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ദൈവവചനത്തിന് മാംസം ധരിക്കാൻ ഏറ്റവും പരിശുദ്ധമായ ശരീരം നൽകാൻ അവൾക്ക് കഴിഞ്ഞു. മനുഷ്യ വ്യക്തികളിൽ അവൾക്ക് മാത്രം ലഭിച്ച പ്രത്യേക ആനുകൂല്യത്താൽ ഉത്ഭവപാപത്തിലും ശിക്ഷയിലും നിന്ന് അവൾ വിമുക്തയാകിയാൽ പാപകരമായ ചിന്തകളുടെ കാർമേഘങ്ങളിൽ അവൾ അകപ്പെട്ടിട്ടില്ല. ആത്മശരീരങ്ങളോടെ അവൾ ദൈവിക പേടകമായി തീർന്നു. സ്കൊളാരിയൂസിൻ്റെ സാക്ഷ്യം
അമലോത്ഭവത്തെ സംബന്ധിച്ച ആശയങ്ങൾ വ്യക്തമാക്കുന്നതാണ്. കന്യകയും പരിശുദ്ധിയുമായ മറിയം എന്നാണ് സ്കൊളാരിയൂസ് പറയുക. ഉത്ഭവപാപത്തിൽ അവൾ അകപ്പെട്ടിരുന്നില്ല എന്ന് അക്കാലത്ത് സഭ വിശ്വസിച്ചിരുന്നു എന്ന് ഈ ലിഖിതം നമ്മെ തെളിയിക്കുന്നുണ്ട്. എങ്കിലും മധ്യയുഗങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ താത്വികമായ എതിർപ്പിൻ്റെ ഒരു കാലത്തേക്കാണ് നമ്മൾ കടക്കുക. മധ്യയുഗം താത്വികമായ എതിർപ്പിൻ്റെ കാലഘട്ടമായിരുന്നു. ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞനായിരുന്ന അരിസ്റ്റോട്ടലിൻ്റെ തത്വശാസ്ത്രം മധ്യയുഗങ്ങളിൽ പാശ്ചാത്യ സഭയുടെ ക്രിസ്തീയ തത്വശാസ്ത്രത്തിലും സ്വാധീനം ചെലുത്തി. ഈ തത്വശാസ്ത്രമായിരുന്നു വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ പിൻബലം. തോമസ് അക്വീനാസ് 13-ാം നൂറ്റാണ്ട്. ഭക്തി പ്രകടനവും തത്വശാസ്ത്രവും ഒത്തുപോകുവാൻ പ്രയാസമായി വന്നു. തന്മൂലം പാശ്ചാത്യ സഭയിൽ അമലോത്ഭവത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങൾ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ വളരെ പ്രകടമായിരുന്നു. ഇതിന് നിദാനമായി അവർ കണ്ടത് 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഒന്ന്, ഉത്ഭവപാപം ശാരീരിക ജനനത്തിലൂടെയാണ് കൈമാറുന്നത്. മറിയം മാതാപിതാക്കളായ ജോവാക്കീമിലൂടെയും ഹന്നയിലൂടെയും ശാരീരികമായി ജനിച്ചതുകൊണ്ട് അവളിൽ തീർച്ചയായും ഉത്ഭവപാപം ഉണ്ട്. ഇതായിരുന്നു പാശ്ചാത്യ സഭയിൽ ദൈവശാസ്ത്രജ്ഞനായ തോമസ് അക്വീനാസിൻ്റെയും മറ്റും അമലോത്ഭവത്തെ അംഗീകരിക്കുവാൻ തടസ്സം നിന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. രണ്ടാമത്തെ ആശയം ഇതാണ്: അവൾ ഉത്ഭവപാപത്തിൽ നിന്ന് വിമുക്തയായിരുന്നെങ്കിൽ അവൾ രക്ഷപ്പെട്ടവളാണ്. അതിനാൽ ഈശോമിശിഹ സാർവത്രിക രക്ഷകൻ എന്ന സത്യത്തെ നിരാകരിക്കലാണ് അമലോത്ഭവം. രണ്ടാമത്തെ വാദഗതി: അവൾ ഉത്ഭവപാപത്തിൽ നിന്ന് വിമുക്തയായിരുന്നെങ്കിൽ അവൾ രക്ഷപ്പെട്ടവളാണ്. അതിനാൽ ഈശോമിശിഹ സാർവത്രിക രക്ഷകൻ എന്ന ആ സത്യം അമലോത്ഭവം സ്വീകരിക്കുന്നവർ നിരാകരിക്കുന്നു എന്ന് പാശ്ചാത്യ സഭയിൽ അമലോത്ഭവത്തെ എതിർത്തവർ വാദിച്ചു. ഈ ചിന്താസരണിയിൽപ്പെട്ട് വലിയ മരിയഭക്തരായിരുന്ന വിശുദ്ധ ബെർണാർദും 12-ാം നൂറ്റാണ്ട്, വിശുദ്ധ ബനവന്തൂര 13-ാം നൂറ്റാണ്ട്, വിശുദ്ധ തോമസ് അക്വീനാസ് 13-ാം നൂറ്റാണ്ട്, ഇവർ മറിയത്തിൻ്റെ അമലോത്ഭവത്തെ അംഗീകരിക്കുവാൻ വിസമ്മതിച്ചു. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരുന്നു. സഭ പഠിപ്പിക്കുന്ന മറ്റു വിശ്വാസ സത്യങ്ങളുമായി അമലോത്ഭവ രഹസ്യം എങ്ങനെ ചേർന്നു പോകും എന്നതായിരുന്നു അവരുടെ പ്രശ്നം. സഭ പഠിപ്പിക്കുന്ന മറ്റു വിശ്വാസ സത്യങ്ങളുമായി അമലോത്ഭവ രഹസ്യം എങ്ങനെ ചേർന്നു പോകും? തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്താൻ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അതായത്, ആദിമാതാപിതാക്കളുടെ പാപനിമിത്തം മനുഷ്യകുലത്തിൽ ജനിക്കുന്നവരെല്ലാം ഉത്ഭവപാപത്തോടെ ജനിക്കുന്നു. ആ പൊതു നിയമത്തിൽ മറിയവും ഉൾപ്പെടുമല്ലോ. 2, മിശിഹ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷകനായതുകൊണ്ട് മറിയത്തെ ആ പരിത്രാണ പദ്ധതിയിൽ നിന്നും മാറ്റി നിർത്താനാകുമോ, ഒഴിവാക്കാനാകുമോ? ഇതായിരുന്നു യുക്തിപൂർവമായ അവരുടെ ചോദ്യം. മധ്യശതകങ്ങളിൽ ജോൺ ഡൺസ് സ്കോട്ടസിൻ്റെ നേതൃത്വത്തിൽ 13-ാം നൂറ്റാണ്ട്, 14-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം, ജോൺ ഡൺസ് സ്കോട്ടസിൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിസ്കൻ സന്യാസികൾ അമലോത്ഭവത്തെ അംഗീകരിച്ചു, അനുകൂലിച്ചു. ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ശക്തമായ ഭിന്നതകൾ വർദ്ധിച്ചു. ആർക്കും പ്രശ്നം കണ്ടെത്താൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ പരിശുദ്ധ സിംഹാസനം ഇടപെടുകയാണ്. അടുത്തതായി, സഭയുടെ പ്രബോധനാധികാരം അമലോത്ഭവത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഏതെല്ലാം വർഷങ്ങളിൽ എങ്ങനെയെല്ലാം ഇടപെട്ടു എന്ന് നമുക്ക് കാണാം. 1-ാം ലാറ്ററൻ സുനഹദോസിൽ വെച്ച് കലിസ്റ്റസ് പാപ്പ മറിയം കളങ്കരഹിത എന്ന് പ്രഖ്യാപിച്ചിരുന്നു. 1123 കലിസ്റ്റസ് മാർപ്പാപ്പ മറിയം കളങ്കരഹിത എന്ന് പ്രഖ്യാപിച്ചിരുന്നു. 4-ാം സിക്സ്തൂസ് മാർപ്പാപ്പ 1477 ഫെബ്രുവരി 27-ാം തീയതി കന്യകാമറിയം അമലോത്ഭവിയാണെന്ന് ഔദ്യോഗികമായി സൂചന നൽകി. 4-ാം സിക്സ്തൂസ് മാർപ്പാപ്പ 1477. അദ്ദേഹം തന്നെ 1483 സെപ്റ്റംബർ 4-ാം തീയതി അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്നതിനെ അംഗീകരിക്കുകയും ഇതിനെതിരായി പഠിപ്പിക്കുന്നവരെ ശപിച്ചു തള്ളുകയും ചെയ്തു. 1483
4-ാം സിക്സ്തൂസ് മാർപ്പാപ്പ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുവാൻ അംഗീകാരം നൽകുന്നു. എതിരായി പഠിപ്പിക്കുന്നവരെ, നിഷേധിക്കുന്നവരെ ശപിച്ചു തള്ളുകയും അല്ലെങ്കിൽ നിരോധിക്കുകയും ചെയ്തു. 5-ാം പിയൂസ് മാർപ്പാപ്പ 1567 ഒക്ടോബർ 1-ാം തീയതി ഒരു പ്രത്യേക ബുളായിലൂടെ മറിയത്തിൻ്റെ അമലോത്ഭവത്തിനെതിരായി പഠിപ്പിച്ച മൈക്കിൾ ഡേ ബേയ് എന്ന ദൈവശാസ്ത്രജ്ഞനെ, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെ ശപിച്ചു തള്ളി. മൈക്കിൾ ഡേ ബേയ് 1567 ഒക്ടോബർ 1-ാം തീയതി. 1708 ക്ലമന്റ് 11-ാം മാർപ്പാപ്പ തിരുനാൾ സഭയുടെ കടമുള്ള തിരുനാളുകളുടെ ഗണത്തിൽപ്പെടുത്തി. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ സഭയാകമാനം കടമുള്ള തിരുനാളായി ആചരിക്കുവാൻ ക്ലമന്റ് 11-ാമൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. അങ്ങനെ സഭയിൽ അമലോത്ഭവ തിരുനാൾ കടമുള്ള തിരുനാളുകളുടെ ഗണത്തിൽപ്പെടുത്തി. തുടർന്നാണ് വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്ന രംഗത്തേക്ക് നാം എത്തുക. 9-ാം പിയൂസ് മാർപ്പാപ്പ 1854 ഡിസംബർ 8-ാം തീയതി അവാച്യനായ ദൈവം എന്ന ശ്ലൈഹിക ലേഖനത്തിലൂടെ മറിയത്തിൻ്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി സഭയിൽ പ്രഖ്യാപിച്ചു. 9-ാം പിയൂസ് മാർപ്പാപ്പ 1854 ഡിസംബർ 8-ാം തീയതി അവാച്യനായ ദൈവം എന്നുള്ള ശ്ലൈഹിക പ്രബോധനത്തിലൂടെ. ആ നിർവചനം നമുക്ക് ശ്രദ്ധാപൂർവം പഠിക്കാം. മാർപ്പാപ്പയുടെ തന്നെ വാചകമാണ് ഇവിടെ ഉദ്ധരിക്കുക. അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിൻ്റെ ആനുകൂല്യത്താലും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധിയായ കന്യകാമറിയം അവളുടെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവപാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കപ്പെട്ടു എന്നത് വെളിപ്പെടുത്തപ്പെട്ട സത്യമാണെന്നും ആകയാൽ എല്ലാ വിശ്വാസികളും ഇത് എന്നും ഉറപ്പായി വിശ്വസിക്കണമെന്നും നാം പ്രഖ്യാപിക്കുന്നു. അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിൻ്റെ ആനുകൂല്യത്താലും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധിയായ കന്യകാമറിയം അവളുടെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവപാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കപ്പെട്ടു എന്നത് വെളിപ്പെടുത്തപ്പെട്ട സത്യമാണെന്നും ആകയാൽ എല്ലാ വിശ്വാസികളും ഇത് ഉറപ്പായി വിശ്വസിക്കണമെന്നും നാം പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ വചനമാണ് നാം ശ്രവിച്ചത്. ഈ നിർവചനത്തിൽ ദൈവശാസ്ത്രപരമായ 5 വസ്തുതകൾ വ്യാഖ്യാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഓരോന്നും ശ്രദ്ധാപൂർവ്വം നാം പഠിക്കേണ്ടതുണ്ട്. 1. ജന്മപാപത്തിൻ്റെ യാതൊരു മാലിന്യവും ഏശാതെ മറിയം കാത്തു സൂക്ഷിക്കപ്പെട്ടു. അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ദൈവമാണ് ആ പ്രവൃത്തി ചെയ്തത്. ജന്മപാപത്തിൻ്റെ യാതൊരു മാലിന്യവും കൂടാതെ മറിയം കാത്തു സൂക്ഷിക്കപ്പെട്ടു. 2. ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ. 3. സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയാലും അനുഗ്രഹത്താലുമാണ്. 4. മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ ഈശോ മിശിഹായുടെ യോഗ്യതകളെ മുൻനിർത്തിയാണ്. 5. വെളിപ്പെടുത്തപ്പെട്ട സത്യമാകയാൽ എല്ലാ വിശ്വാസികളും ഇത് എന്നും ഉറപ്പായി വിശ്വസിക്കണം. ഇങ്ങനെ 5 വസ്തുതകൾ നമ്മുടെ പ്രത്യേകമായ ശ്രദ്ധയ്ക്ക് വിഷയീഭവിക്കുന്നു. ഇതിനെതിരെ അഭിപ്രായം വെച്ചു പുലർത്തുന്നവരെ പരിശുദ്ധ പിതാവ് ശപിച്ചു തള്ളി. അതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവം വിശ്വാസ സത്യങ്ങളുടെ ഗണത്തിൽപ്പെടുന്നു. എതിരായി പഠിപ്പിക്കുന്നവരും എതിരായ വിശ്വാസം പുലർത്തുന്നവരും സഭാതനയരുടെ ഗണത്തിൽ പെടുന്നില്ല. ദൈവത്താൽ കൃപാവരം കൊണ്ട് നിറയ്ക്കപ്പെട്ട മറിയം അവളുടെ ഉത്ഭവ നിമിഷം മുതൽ തന്നെ രക്ഷിക്കപ്പെട്ടവളാണെന്ന് നൂറ്റാണ്ടുകളിലൂടെ സഭ ബോധവതിയായി. പരിശുദ്ധാത്മാവാണ് പാരമ്പര്യങ്ങളെ നയിക്കുക. സഭയുടെ പ്രബോധനാധികാരം പാരമ്പര്യങ്ങളെ വിവേചിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നയിക്കുന്നു, സഭയുടെ പാരമ്പര്യങ്ങളെ നയിക്കുന്നു. അത് വിവേചിക്കുവാനുള്ള കൃപാവരം പരിശുദ്ധാത്മാവ് സഭയുടെ പരമാധ്യക്ഷന് നൽകുന്നു. തൻ്റെ കൗൺസിലിൽ വെച്ച്, സുനഹദോസുകളിൽ വെച്ച്, പ്രത്യേകമായ ശ്ലൈഹിക പ്രബോധനങ്ങളിലൂടെ. വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകളിലേക്ക് കടക്കുമ്പോഴും 53, 56 നമ്പറുകൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവത്തെപ്പറ്റി തുടർന്ന് പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെ പറ്റിയുള്ള പ്രമാണരേഖ 53, 56 നമ്പറുകൾ. സ്വപുത്രൻ്റെ യോഗ്യതകളെ മുൻനിർത്തി കൂടുതൽ ഉന്നതമായ രീതിയിൽ രക്ഷിക്കപ്പെട്ടവളാണ് മറിയം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 492, 493 നമ്പറുകൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവത്തെപ്പറ്റി
പഠിപ്പിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട മറ്റേതൊരു വ്യക്തിയേക്കാളും ഉപരിയായി മറിയത്തെ പിതാവ് ക്രിസ്തുവിൽ സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് ആശീർവദിച്ചു. സൃഷ്ടിക്കപ്പെട്ട മറ്റേതൊരു വ്യക്തിയേക്കാളും ഉപരിയായി മറിയം സൃഷ്ടിക്കപ്പെട്ടവളാണ്. മറ്റേതൊരു വ്യക്തിയേക്കാളും ഉപരിയായി ദൈവം തൻ്റെ കൃപ കൊണ്ട് അനുഗ്രഹങ്ങളും കൊണ്ട് മറിയത്തെ ആശീർവദിച്ചു. സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ദൈവ ആവിഷ്കാരത്തിൻ്റെ ഭാഗമാണ് അമലോത്ഭവം എന്ന് സഭ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായ സൂചനയില്ലെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിലെ വാചകങ്ങൾ കൂട്ടി വായിച്ചപ്പോൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനം ഇതിന് ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അമലോത്ഭവത്തെ നിരാകരിക്കുന്നവർക്ക് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ സഭയുടെ ആദ്യ നൂറ്റാണ്ട് മുതലുള്ള വിശ്വാസ പാരമ്പര്യം, പ്രത്യേകിച്ച് പിതാക്കന്മാരുടെ പഠനത്തിലൂടെ വളർന്നു വന്ന വലിയ ശാസ്ത്രത്തിൻ്റെയായ വികസനം മനസ്സിലാക്കുമ്പോൾ അമലോത്ഭവം എന്ന സത്യം സഭയുടെ പ്രബോധനാധികാരം ഉപയോഗിച്ച് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് സ്വീകരിക്കുവാൻ, വിശ്വാസ സത്യമായി അംഗീകരിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. ദൈവം വെളിപ്പെടുത്തിയതാണ് ഈ സത്യം. വിശ്വാസികളുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന, നൂറ്റാണ്ടുകളായി വ്യക്തമായി കൊണ്ടിരുന്ന ദൈവവചനത്തിൻ്റെ ആവിഷ്കാരമാണ് മറിയത്തിൻ്റെ അമലോത്ഭവം. സഭയുടെ ആരാധനയിൽ ഇത് ആഘോഷിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് അമലോത്ഭവം വിശ്വാസ സത്യമാണ് എന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭ അസന്നിഗ്ധമായി നിർവചിച്ച്, വ്യാഖ്യാനിച്ച്, വിശദീകരിച്ച് പ്രഖ്യാപിക്കുന്നു. ചുരുക്കത്തിൽ ഒന്നാം ലാറ്ററൻ സൂനഹദോസ് മറിയം കളങ്കരഹിതയായി പ്രഖ്യാപിച്ചു. നാലാം സിക്സ്തുസ് മാർപ്പാപ്പ മറിയം അമലോദ്ഭവയാണെന്ന് ഔദ്യോഗികമായി വ്യക്തമാക്കി. പിയൂസ് 9 മാർപ്പാപ്പ 1854 ഡിസംബർ 8 മറിയത്തിന്റെ അമലോദ്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. പുത്രന്റെ യോഗ്യതകളെ മുൻനിർത്തി കൂടുതൽ ഉന്നതമായ രീതിയിൽ രക്ഷിക്കപ്പെട്ടവളാണ് മറിയം. ദൈവാവിഷ്കാരത്തിന്റെ ഭാഗമാണ് അമലോത്ഭവം എന്ന് സഭ പഠിപ്പിക്കുന്നു. ദൈവശാസ്ത്ര വ്യാഖ്യാനം 5 വസ്തുതകൾ വിശ്വാസികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ജന്മപാപത്തിന്റെ യാതൊരു മാലിന്യവും മേശാതെ മറിയം കാത്തു സൂക്ഷിക്കപ്പെട്ടു. ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ സർവശക്തനായ ദൈവത്തിന്റെ പ്രത്യേക കൃപയാലും അനുഗ്രഹത്താലും മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ ഈശോ മിശിഹായുടെ യോഗ്യതകളെ മുൻനിർത്തി വെളിപ്പെടുത്തപ്പെട്ട സത്യമാകയാൽ എല്ലാ വിശ്വാസികളും ഇത് എന്നും ഉറപ്പായി വിശ്വസിക്കണം.
ഇന്നത്തെ ചോദ്യം: അമലോത്ഭവം എന്ന വിശ്വാസ സത്യത്തിന്റെ ദൈവശാസ്ത്ര വ്യാഖ്യാനമെന്ത്? പഠന സംബന്ധമായ വിശദാംശങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, തലശ്ശേരി 670101, കണ്ണൂർ, കേരള. ടെലിഫോൺ 049023444727. ഇമെയിൽ alfits@gmail.com. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോം TV, പെരുവണ്ണാമൊഴി PO, കോഴിക്കോട് 673528. ടെലിഫോൺ 0496266307, 2663079.